കുമ്പസാരിപ്പിച്ചോടെ അച്ഛൻ ചോദിച്ചു, എന്നിട്ട് താനിതൊക്കെ ക്ഷമിച്ചാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ് ക്ഷമിച്ചിട്ടൊന്നുമില്ല. എന്നാ എഴുന്നേറ്റ് പോയിക്കോന്ന് പറഞ്ഞു. കാര്യം എന്താ, ഞാൻ പാപമോചനം തരില്ല. ക്ഷമിക്കാതെ കുമ്പസാരിക്കുന്ന കുമ്പസാരം കള്ളക്കുമ്പസാരമാണ്. ക്രൈസ്തലോ കുമ്പസാരം പൂർണ്ണമാകണമെങ്കിൽ ആ പാപങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ, സാഹചര്യങ്ങൾ അവയോടെല്ലാം നിരുപാധികം ക്ഷമിക്കാൻ തയ്യാറാണ്. യോഹന്നാൻ 9:31 പറയുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു. ഇത് 6 മാസക്കാലം പോലും വേണ്ടാത്ത അത്രയും ദൂരം ഇസ്രായേൽ ജനം കഷ്ടപ്പെട്ട് പ്രവാസത്തിന്റെ യാത്ര പിന്തുടരാൻ കാര്യം പറയുന്നത് ഇതാണ്. 40 സംവത്സരം അവർ യാത്ര ചെയ്തു. മരുഭൂമിയിലൂടെയും ചെങ്കടലിലൂടെയും മലകളിലൂടെയും ഒത്തിരി കഷ്ടപ്പെട്ടു. കല്ലും മുള്ളും നിറഞ്ഞ ആ പാതകളിലൂടെ പൊരുവെയിലും എരിവെയിലും വിശപ്പിലും പട്ടിണി. ദൈവം വേണ്ടതെല്ലാം അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ പറയുന്നത് ഇതാണ്, അവരുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് ഇത്രയും അത് നീണ്ടുപോയത്. നമ്മളിന്ന് പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ ആ അനുഗ്രഹം നമുക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ നമ്മളിലേക്ക് അവ വരാത്തതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ്. പ്രൈസലോ ഹല്ലേലൂയ. കൊച്ചു കളിച്ച് അഴുക്കും ചെളിയുമായിട്ട് നടന്നിട്ട് ആ കളിക്കാൻ അഴുക്കിൽ കോരിക്കൊണ്ട് നടന്ന പാത്രം കൊണ്ടുവന്നിട്ട് പാപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വല്ലവരും ആ പാപ്പം അതിലിട്ട് കൊടുക്കുമോ? അത്രയ്ക്ക് കഠിനഹൃദയന്മാരാണ്. നമ്മൾ എൻ്റെ ദൈവമേ, നിപ്പയും എലിപ്പനിയും ഡെങ്കിപ്പനിയും ഇത് എല്ലാം ഉണ്ട്, നല്ലതൊന്നും കൊടുത്താൽ തിന്നൂല, അഴുക്ക് പിടിച്ച പാത്രത്തിൽ തന്നെ വേണമെന്ന് പറഞ്ഞ് കൊച്ചു കിടന്ന് കരയും, വാശി പിടിക്കും. അമ്മ സമ്മതിക്കോ? 2 കൊടുത്തിട്ടാലും ശരി കുളിപ്പിച്ച് ഡെറ്റോളൊക്കെ ഇട്ട് ചൂടുവെള്ളത്തിലൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല പാത്രത്തിൽ ഭക്ഷണം വെച്ച് കൊടുക്കും. പറ്റുമെങ്കിൽ വാരിയും കൊടുക്കും, കൊച്ചിൻ്റെ കരച്ചിലും മാറ്റിയെടുക്കും. ഇതുപോലെ തന്നെയാണ് വിശുദ്ധിയിൽ നിന്ന്. ഹെബ്രായർ 12:14 എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കും. എന്തുകൊണ്ടാ? വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ പോളിഷൊക്കെ ഇട്ട് നല്ല മിടുക്കൻ, നല്ല വചനം, നല്ല ബ്രദർ, നല്ല പാട്ട്, അടിപൊളി എന്നൊക്കെ പറയും. പക്ഷേ കർത്താവിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത കിട്ടത്തില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മുടെ കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് യേശുവിന്റെ ക്രൂശിത രൂപം ഒന്ന് മനസ്സിൽ കണ്ട് കാൽവരി മലയുടെ നെറുകയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. യേശു ഒരു കാര്യം ക്ഷമിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ അതിന്റെ കണക്കൊന്നും നമ്മൾ വെച്ചുകൊണ്ടിരിക്കണ്ട. നമ്മൾ വേദനിപ്പിച്ചവരോ നമ്മൾ മൂലം വേദിച്ചവരോ ആരുമാകട്ടെ, അവര് ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലെങ്കിലും അവര് നമുക്കെതിരെ എന്തെല്ലാം ചെയ്താലും ചേമ്പലപ്പുറത്ത് വെള്ളം വീഴുന്നത് പോലെ അതെല്ലാം ഒഴുകിപ്പോകും. യേശു ഒരു കാര്യം, കർത്താവ് നല്ല കള്ളനോട് അനുദപിച്ച നല്ല കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. ഇന്നെന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് നീ നരകത്തിലായിരിക്കും എന്നല്ല. കർത്താവ് നേരിട്ട് പേര് ചൊല്ലി വിളിച്ച അവിശുദ്ധന്മാരാണ് ഈ നല്ല കള്ളനും സഖ്യവൂസും ഈ പാപിനും മറിയും എല്ലാം. അതുകൊണ്ട് കർത്താവ് ഒരിക്കൽ വിളിച്ചത് തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യര് പറയുന്ന അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ വില കുറഞ്ഞ വിലകെട്ട നോട്ടങ്ങള് 1 യോഹന്നാൻ 2:15 മുതൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, കണ്ണ് പോകുന്നിടത്ത് കയ്യും കാലും മെയ്യും എല്ലാം പോകും. ആരും കാണത്തില്ല, അറിയുന്നില്ല എന്ന് നീ വിചാരിക്കും. ഇതാ കാഴ്ച വീഴ്ച വേഴ്ച. ദാവീദിന്റെ ജീവിതത്തിൽ പതനത്തിന് കാരണം ആ കണ്ണിന് നിയന്ത്രണം ഇല്ലാതെ വിട്ടു. കണ്ണ് പോയെടുത്ത് കയ്യും കാലും മെയ്യും എല്ലാം പോയി. പിന്നെ കള്ളത്തരങ്ങളാ, എല്ലാ പ്രമാണങ്ങളും, കൊലപാതകം ഉൾപ്പെടെ. ഇതാ വ്യഭിചാരം ചെയ്തു, ഉറിയായുടെ ഭാര്യ ബത്ശബയെ പ്രാപിച്ചു, ഉറിയായെ ചതിവില് കൊന്നു, കളവ്, മോഷണം, വ്യഭിചാരം എല്ലാം ആസക്തിയോടെ. മത്തായി 5:28 അന്യന്റെ ഭാര്യയെ മോഹിച്ചു, ദുരാസക്തി. ഒരു നിയമം ലംഘിച്ചപ്പോൾ ഒന്നൊന്നായിട്ടെല്ലാം പോയി. അതുകൊണ്ട് പാപങ്ങൾ ഏറ്റെടുക്കാതെ ഉത്തരനാഗതനായത് യേശുവിന്റെ തിരുമുറിവോട് ചേർത്ത് നമ്മുടെ കുടുംബത്തിന്റെ തലമുറകളുടെ മേൽ അതിരക്തം ഒഴുകണേ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. എണ്ണമേറും പാപക്കാർ 2 കരങ്ങളും കണ്ണിലേക്കൊന്ന് ചേർത്ത് വെച്ച് യേശുവിന്റെ മുറിവേറ്റ പാദത്തിൽ കെട്ടിപ്പിടിച്ചിരുന്നോട്ട് കണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ അത്ഭുതകരമായ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം. കരഞ്ഞു പോട്ടെ, തുറന്നു കൊടുത്തേ. കരിന്തലുകൾ
സന്തോഷത്തിന്റെ കൊയ്ത്തുപാട്ട് പാടാൻ ഈ ദിവസം ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റും. കഴിഞ്ഞ 36 വർഷം ഈ കൂട്ടായ്മയിലൂടെ ദൈവം അനുഗ്രഹിച്ച എല്ലാവരും സമർപ്പിക്കുന്നു. ദൈവമേ
കുരിശിന്റെ വഴിയിൽ വീണ്ടും വീണ്ടും കുരിശിൽ നടക്കുകയായി. യേശുവേ നന്ദി, സ്തുതി, സ്തുതി, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും മുഖത്തേക്കൊന്ന് ചേർത്ത് വെച്ച് യേശുവിൻ്റെ ആണിപ്പടുത്താർന്ന കരങ്ങളും ആ പാദങ്ങളും ആ തെരുവിലാവും ഒന്ന് കണ്ടേ. ഇതാ ചമ്മടിയെ അടിയെ ടിഞ്ചോടിഞ്ചു മുറിവുകൾ മാത്രം. പുരുഷമായി പലതവണ നിലത്ത് വീണു. അത് ദാഹിച്ചു വലഞ്ഞു. സഹായിക്കാൻ ആരുമില്ല. ചുറ്റും നിന്നവർ ആക്രോശിച്ചു. ആ താടിരോമം പിടിച്ചു വലിച്ചു, മുഖത്തടിച്ചു, കാർത്തിച്ചു തുപ്പി. അവനോട് പ്രവചിക്കാനായിട്ട് പറഞ്ഞു. കുരിശിൽ നിന്ന് ഇറങ്ങി വരുവാൻ അവനെ വെല്ലുവിളിച്ചു. അതാകെ ഞങ്ങളുടെ ജീവിതത്തിലെ അഹന്തയുടെ ചെൽപ്പനങ്ങള്, ഞാനെന്നോ അന്യായവാദം, രഹസ്യ മദ്യപാന സ്വഭാവം, ആരും കാണുന്നില്ല അറിയുന്നില്ല എന്ന തെറ്റായ കാഴ്ചകൾ, ചിന്തകൾ, നോട്ടങ്ങള്, തെറ്റായ ബന്ധങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് മടങ്ങുക. ദൂതപുത്രൻ മടങ്ങി വന്നത് പിതാവിന്റെ സന്നിധിയിലേക്ക്, വേറെ ആരിലേക്കും ആരടുത്തേക്കും പോയില്ല. നമ്മുടെ ജീവിതത്തിലോ ഇന്നും മറ്റു പലതിനെയും ദൈവത്തെക്കാൾ സ്ഥാനം കൊടുക്കുന്നു, മുറുകെ പിടിക്കുന്നു. ഫലമോ തകർച്ചകൾ, ശാപങ്ങൾ, എണ്ണമറ്റ് പെരുകി വരുന്ന അവസ്ഥകള്. കർത്താവിന്റെ തിരക്കത്തുള്ളികൾ ഒഴുകട്ടെ. രണ്ട് കരങ്ങളും പാദത്തിൽ, യേശുവിന്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോ അവിടെ നിന്നവര് ഇവൾ ആരാണെന്ന്, ഇവനൊരു പ്രവാചകനല്ല, ഇവൾ ആരാണെന്ന് ഇവന് അറിയത്തില്ലയോ എന്ന്. എന്നാൽ ആദ്യത്തെ കൊടുത്ത ആ ഫരിസേയന്റെ ഭവനത്തിനോ ചുറ്റും നിന്നവർക്കോ ആർക്കും കിട്ടാത്ത വിടുതൽ, സാന്ത്വനം യേശു. ഇതാ മകളെ, മേലിൽ പാപം ചെയ്യരുത്. അവിടെ പാപങ്ങളെ പാതാളക്കുഴിയിലേക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് മകളെ എന്ന് വിളിച്ചുകൊണ്ട് യേശു അവളെ സ്വന്തമാക്കിക്കൊണ്ട് ദൈവമകനായി മകളാക്കി ഉയർത്തുകയാണ്. ഇന്ന് വരെ നമ്മുടെ ജീവിതത്തില് ഒരുപിടി കുറവുകൾ, കിട്ടയിലൊന്നും തൃപ്തിയില്ല. കിട്ടാത്തതിനെ കുറിച്ചുള്ള പരാതികളാണ്. ദൈവം കൂടെ തന്നവരെ സ്നേഹിച്ചില്ല. മറ്റു പലരെയും അന്വേഷിച്ച് നടക്കുന്നു. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തില്ല. അതാണ് ഏറ്റവും വലിയ ക്രമക്കേട്. പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ചില്ല. ദൈവമാതൃത്വം, ദൈവമാതാവിനെ അംഗീകരിച്ചില്ല. വചനം വായിച്ചില്ല. ഇതാ നമുക്ക് കണ്ണുനീരോടെ യേശുവേ എന്നൊന്ന് വിളിച്ച് കരഞ്ഞുപോട്ടെ. എല്ലാ കള്ളപ്പൂട്ടുകളും തകരും. ഓരോ കാടിനും ഓരോ താക്കോലുണ്ട്. ഇതാ യേശുനാമം എല്ലാ കള്ളപ്പൂട്ടുകളെയും സാത്താൻ, ഇതാ നീ അങ്ങനത്തവനാ, നീ ഇങ്ങനത്തവളാ, നീ അങ്ങനെ ചെയ്തു പോയതാ, ഇനി അവനത് പറയാനായിട്ട് പറ്റത്തില്ല. അനുഭവിച്ചു കഴിഞ്ഞാൽ കർത്താവ് അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പകരം വരുന്നത് ബ്ലെസ്സിംഗ് ആണ്. 1 പത്രോസ് 3:9 പറയുന്നുണ്ട്, അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാ നിങ്ങൾ. ഇന്ന് ഈ സെന്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിലൂടെ, YMCA അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ നിങ്ങൾ. നമുക്ക് കരയാനേ അറിയത്തുള്ളൂ. ഇതാ ജനിച്ചപ്പോഴും കരച്ചില്, ഇപ്പോഴും കരച്ചില്, എപ്പോഴും കരച്ചില്. എന്നാൽ ഈ കരച്ചിലിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നിരാശയുടെ കണ്ണുനീരല്ല, ഇത് പാപങ്ങൾ തുടച്ചു മാറ്റുന്ന പ്രത്യാശയുടെ, പാപമോചനത്തിന്റെ, ദൈവം തരുന്ന സൗഖ്യത്തിന്റെ കണ്ണുനീരാണ്. കണ്ണുനീരോടെ വിത്ത് വിതച്ച് സന്തോഷത്തോടെ കൊയ്ത്തുപാട്ട്. ഇതാ സന്തോഷത്തോടെ കടന്നു പോകാനുള്ള, ഇനി മുതൽ സ്വസ്ഥമായി കിടക്കുന്നതിന് മുമ്പേ ഉറക്കം കിട്ടുന്നില്ല. മരുന്ന് കഴിച്ചിട്ട് ഉറക്കമില്ല. വേദനകൾ ഓടിക്കളിക്കുന്നു. മസിലുകൾ വലിഞ്ഞു മുറുകുന്ന രോഗങ്ങൾ ഒന്നൊന്ന് മാറുമ്പോൾ, ഒരു പ്രശ്നം മാറുമ്പോൾ ഒരുപോലെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി സാത്താന് നിന്നെ തൊടാൻ സാധിക്കത്തില്ല. നീ ദൈവത്തിന്റെ, നീ യേശുവിൻ്റെതാണ്, യേശുവിന്റെ മകന്. നിന്റെ വഴികള് യെശയ്യാ 52:12. ഇതാ നിങ്ങൾ തിടുക്കം കൂട്ടുകയോ വേഗം ഓടുകയോ വേണ്ട, കർത്താവാണ് നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതം മാറി മറിയാനായിട്ട് പോകുന്നു. യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ സ്തുതിച്ച് യേശുവേ യേശുവേ
സ്ഥാനത്തിരിക്കുക.